മേൽപ്പാലം തുടങ്ങിയിട്ട് 2 വർഷം പിന്നിട്ട്. ഇതുവരെയും അതിൻ്റെ പണി തീർന്നിട്ടില്ല. എന്നാൽ ഇതിൻ്റെ കൂടെ തുടങ്ങിയ കരുനാപ്പള്ളിയിലും പിന്നെ ചെറേങ്കിയിലും മേൽപ്പാലം ഏതാണ്ട് ക്ലിയറായി. അടുത്ത മാസമാണ് കരുനാപ്പള്ളിയിലെ ഈ മേൽപ്പാലം ഉദ്ഘാടനം. ഇവിടെ എന്നിട്ട് ഇതുവരെ യാതൊരു വിധ പണി നടക്കുന്നില്ല. അല്ല, ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തൊക്കെ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. റെയിൽവേയുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ഭാഗത്ത് ഏതാണ്ട് ഇപ്പോൾ 7-8 മാസം കൊണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ കേരള സർക്കാർ പറയുന്നത് റെയിൽവേയുടെ പണി തീർന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത പണി തുടങ്ങാൻ പറ്റും. അല്ല, കേരള സർക്കാരിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു തീർത്ത് വെച്ചിരിക്കല്ലേ? ഇല്ല, ഇനി ഒരുപാട് പണി നടപ്പുണ്ട്. അവർ പറയുന്നതേ ഉള്ളൂ. പക്ഷേ അത് പണി ഇനി ഒരുപാട് നടത്താനുണ്ട്. പക്ഷെ കഴിഞ്ഞ മാസം തന്നെ MP ഞങ്ങളവിടെ സംസാരിച്ചാണ്. ഞാനൊരു ഇരേതം വെൽഫെയർ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളൊരു നിവേദനം കൊടുത്ത് MPക്ക് ഇവിടെ 3 ട്രെയിൻ നിർത്തുന്നില്ല, അതുപോലെ ഇവിടുത്തെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് റെയിൽവേയുടെ ഭാഗത്തുള്ള പണി മിക്കവാറും മാർച്ച് 31-നകം തീർത്തരാമെന്ന് പിന്നെ റെയിൽവേ വർക്കേഴ്സ് എഞ്ചിനീയറും MP ആയിട്ട് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ തീരുവും തോന്നുന്നില്ല. പക്ഷേ മറ്റേ പണി ഇപ്പോഴും ശരിക്കും ഇനിയും നടക്കാനുണ്ട്. പക്ഷേ ഇനി എപ്പോൾ തീർന്നു നടത്തില്ല. ഇവിടുത്തെ ആട്ടോക്കാർ പിന്നെ മറ്റേ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരെല്ലാം വെള്ളത്തിലാണ്. അതെല്ലാം പൂട്ടിപ്പോയി അല്ലേ? പ്രശ്നം എല്ലാം മുട്ടിയിരിക്കുകയാണ്. കടകളൊക്കെ പൂട്ടിപ്പോയി. കടകളൊക്കെ പൂട്ടി ഇനി 1-2 കടകൾ. ഇനി എന്നത് തീരുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ബസ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. ബസ്സിന് പോകണമെങ്കിൽ ഇവിടെ നിന്ന് പള്ളിമുക്ക് വരെ നടക്കണം, അവിടെ നിന്ന് തന്നെ പോകണം. ഭയങ്കരമായ ബുദ്ധിമുട്ട്. പരിസരവാസികളും പിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എത്ര കാലം എടുക്കും ഇത് തീരാൻ? ഈ കൊല്ലം അടുത്ത കൊല്ലമെങ്കിലും തീരുമെന്നാണ് പറയുന്നത്. പക്ഷേ അടുത്ത കൊല്ലം തീരുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഇത് എത്രയും ഇക്കടെ പേരെന്തുവാ? എൻ്റെ പേര് ഷെരീഫ്. ഷെരീഫൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ റെയിൽവേയുടെ മേൽപ്പാലം? റെയിൽവേയുടെ പണി നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ പണി പൂർത്തിയാവുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളുകളുണ്ട്. അപ്പോൾ ഈ മാർച്ചിലും പണി നടന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല. പണി നടക്കുന്ന ലക്ഷണമില്ല. മാർച്ചിൽ നിന്ന് 2 നടക്കുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. കഴിഞ്ഞ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ പറഞ്ഞു പോയി. ആര് പറഞ്ഞു? നമ്മളെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA ഒക്കെ പറഞ്ഞതാണ്. കഴിഞ്ഞ മാർച്ചിൽ പോകുന്നതൊക്കെ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് 1 വർഷമായി. 1 വർഷം കഴിഞ്ഞ് കറക്റ്റ് 1 വർഷമായി. ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് പണി നടക്കുന്നുണ്ട്. റെയിൽവേയുടെ ഭാഗത്ത് കണ്ടിന്യൂട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സ്പീഡായിട്ട് പണി നടക്കും. മറ്റുള്ള ഭാഗത്തിൽ പണി നടക്കുന്നില്ല. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എത്ര കാലം പിടിക്കും? മിക്കവാറും എങ്ങനെയായാലും 1-2 വർഷം ഉറപ്പാകും. പിന്നെ റോഡിൻ്റെ പണി, അപ്രോച്ച് റോഡ് പിന്നെ ഇനിയും പൊളിക്കണമെന്നൊക്കെ പറയുന്നു ഇവിടെ. അത് ശരി. ഇങ്ങനെയൊക്കെ ഓരോ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കിട്ട് കച്ചവടം വല്ലതും ഉണ്ടോ? വ്യാപാരം? കച്ചവടക്കാരും കട്ട പുക തന്നെ. ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ ഒന്ന് വീട്ടിൽ പോയി എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റുന്നില്ല. ഈ ഗേറ്റ് അടച്ചുകൊണ്ടല്ലേ? പിന്നെ പ്രയാസമാണ്. വളരെ പ്രയാസത്തിലാണ്. ഞങ്ങളെ ഓട്ടങ്ങൾ മൊത്തവും പോയി കിടക്കുക. ഓട്ടം ഇല്ലാതെയായി. നിങ്ങൾ സ്റ്റാൻഡ് ചെയ്തായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങോട്ട് ഗേറ്റിനപ്പുറത്തോട്ടാണല്ലോ നമ്മൾ കൂടുതലുമായിട്ട് പള്ളിമുക്കിലോട്ടൊക്കെ പോകാനുള്ള ഒന്നുമില്ലേ? അപ്പോൾ ഓട്ടങ്ങളോ ഇല്ലാതെയായി. ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ബുദ്ധിമുട്ടിലാണ്. കൊല്ലവും 2 മാസമായി ഈ പാലം പണി തുടങ്ങിയിട്ട് ഇതുപോലെ തന്നെ നിൽക്കുക തന്നെ. അതെന്താണ് ഇപ്പോൾ തുടങ്ങിയിട്ട് തന്നെ ഒരു 3-4 മാസമായി എന്തെങ്കിലും ചെയ്തിട്ട്. ഈ ജനപ്രതികൾ എന്താ പറയുന്നത്? ജനപ്രതികൾ പലതും പറയുന്നത് ഇപ്പം തീരും, നാളെ തീരും, മറ്റന്നാൾ തീരും, ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒന്നും വരാൻ വഴിയില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ എല്ലാം കൊണ്ടും വളരെ ദുരിതത്തിലാണ്. റെയിൽവേയുടെ കാര്യം പറയുമ്പോൾ റെയിൽവേ പറയാം മറ്റൊരു ചെയ്താൽ മതി. അവർ പറയും റെയിൽവേ ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾ നോക്കാം. അങ്ങനെ എന്ത് പറഞ്ഞാലും ഈ നിലയിൽ തന്നെ നിന്നിട്ട് ഇപ്പം മാസം 5-6 അത് ശരി. അപ്പോൾ പണി ഇങ്ങനെ മന്ദഗതിയിൽ ഒച്ചഴിയുന്ന പോലെ നടക്കുക. മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കമ്പനിക്കാർ പറയുന്നു അവർക്ക് പിന്നെ ജോലിക്കാർക്ക് അതിൻ്റെതായ വേതനം കൊടുക്കണ്ടേ. അങ്ങനെ കുറച്ച് ആളുകൾ പറയുന്നു. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന എല്ലാ ജോലിക്കാരും പോയി കഴിഞ്ഞു. ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ പൂട്ടി പോയിരിക്കുകയാണല്ലോ. എല്ലാം